തലസ്ഥാനത്ത് അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധം ആണ്. സലീം മാലിക് കൂടിയുണ്ട്. സലീം, സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറി നിന്നുകൊണ്ട് പറയൂ സലീം. ഉന്മേഷ്, തലസ്ഥാനം വീണ്ടും ഒരു തെരുവ് യുദ്ധത്തിന് സമാനമായ നിലയിലേക്ക് മാറുന്നു എന്നുള്ളത് മാത്രമല്ല, മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ഒരു പോലീസിന്റെ നടപടി, അത് എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു പോലീസ് നടപടിയെന്ന് നമുക്ക് നിസ്സംശയമായും റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. കാരണം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിന്റെ ജലപീരങ്കി സാധാരണ ശക്തിയിലായിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന വേദിയും കടന്ന് ഏറെ മുന്നിലേക്ക് ആ ജലപീരങ്കി അടിക്കുന്ന ഒരു കാഴ്ച. അതിനുശേഷം പ്രവർത്തകർ നിരന്തരമായി പോലീസിന് നേരെ കല്ലെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ കണ്ണീർ വാതകം ഉൾപ്പെടെ പ്രയോഗിച്ച് പ്രവർത്തകരെ ഇവിടെ നിന്നും പിരിച്ചുവിട്ടതാണ് പോലീസ്. അതിനുശേഷം അതിന്റെ ഒരു എഫക്ട്, ആ അന്തരീക്ഷം മുഴുവൻ കണ്ണീർ വാതകം അവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നാലെ പ്രവർത്തകർ ഇപ്പോൾ തിരിച്ചു വരികയാണ്. മാത്രമല്ല അതിനിടയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും പോലീസുകാരും തമ്മിലൊരു നേരിട്ടുള്ള ഒരു ഫൈറ്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അതിന് പിന്നാലെ ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനു മുന്നിലേക്ക് സമരത്തിനിടയിലേക്ക് ഇറങ്ങി വന്ന ആ ഉദ്യോഗസ്ഥരെ സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അവിടെ KPCCയുടെ പ്രതിഷേധ മാർച്ച് അക്ഷരാർത്ഥത്തിൽ തലസ്ഥാനത്തെ തെരുവ് യുദ്ധമാക്കി മാറ്റിയിരിക്കുന്നു. പോലീസ് ആസ്ഥാനത്തേക്ക് DGP ഓഫീസിലേക്കായിരുന്നു മാർച്ച്. അത് ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുന്നു. KPCC അധ്യക്ഷൻ സംസാരിക്കുന്നതിന് തൊട്ടു പിന്നാലെ സംഘർഷമുണ്ടാകുന്നു. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവർത്തകർ വലിയ തോതിൽ കല്ലെറിഞ്ഞ് നടത്തുന്നു. തൊട്ടു പിന്നാലെ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗമുണ്ടാകുന്നു. ഗ്രനേഡ് പ്രയോഗിക്കുന്നു, കണ്ണീർവാതകം പ്രയോഗിക്കുന്നു. ഇപ്പോൾ വിശദാംശങ്ങളുമായി സലീം മാലിക്കും അല്ലമീനും ചേരുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. KPCCയുടെ DGP ഓഫീസ് മാർച്ച്, പോലീസ് ആസ്ഥാനത്തേക്കുള്ള മാർച്ച്, അത് അക്രമാസക്തമായിരിക്കുകയാണ്. പോലീസിന് നേരെ ശക്തമായ കല്ലേറുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, കണ്ണീർവാതകം പ്രയോഗിച്ചു. മാധ്യമപ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. KPCC അധ്യക്ഷൻ K സുധാകരന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ പിരിഞ്ഞുപോയ പ്രവർത്തകർ വീണ്ടും സംഘടിച്ച് ബാരിക്കേഡിനടുത്തേക്ക് എത്തിയിരിക്കുന്നു. പോലീസ് 2 നിരകളിലായി ബാരിക്കേഡ് വെച്ചാണ് മാർച്ചിനെ തടയുന്നത്. അങ്ങനെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നു. പക്ഷേ പ്രവർത്തകർ ഇപ്പോൾ കൂട്ടത്തോടെ സംഘടിച്ചെത്തി പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരി സംഘർഷാഭരിതമാകുന്ന കാഴ്ച. അല്ലമീൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അല്ലമീൻ, വീണ്ടും പ്രവർത്തകരും പോലീസും മുഖാമുഖമാണല്ലോ. ഒരു ബാരിക്കേഡിന് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പോർമുഖം തീർക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ DGP ഓഫീസിന് മുന്നിൽ കാണാനാകുന്നത്. ബാരിക്കേഡ് പ്രവർത്തകർക്ക് പൂർണ്ണമായും ഭേദിക്കാനായിട്ടില്ല. 2 ആയിട്ടാണ് ബാരിക്കേഡുകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ, മറുഭാഗത്ത് പോലീസ്. ആ നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മറുഭാഗത്ത് നിന്ന് പ്രവർത്തകർ പോലീസിന് നേരെ കമ്പും കല്ലുകളും ചെരുപ്പുകളും വലിച്ചെറിയുന്ന ഒരു കാഴ്ച കാണാനാകും. വ്യാപകമായ കല്ലേറാണ് പോലീസിന് നേരെ ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. ഇതോടെയാണ് പോലീസ് ടിയർ ഗ്യാസും ഗ്രനേഡും പ്രയോഗിച്ചത്. പ്രവർത്തകർ നാലുപാടും പായുന്നൊരു കാഴ്ച കണ്ടു. നേതാക്കളെ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുതിർന്ന കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും ഈ വേദിയിൽ ഉണ്ടായിരിക്കവെയാണ് പോലീസ് നടപടിയിലേക്ക് കടന്നത്. നേതാക്കളെ മുഴുവൻ ഇവിടെ നിന്ന് മാറ്റി. പിന്നീട് പ്രവർത്തകർ വീണ്ടും സംഘടിച്ചെത്തി ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച കാണാം. ബാരിക്കേഡിന് മുന്നിൽ നിലയുറപ്പിച്ചുകൊണ്ട് പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ കയ്യിൽ കിട്ടിയതെല്ലാം പോലീസിനെതിരെ വലിച്ചെറിയുന്ന ഒരു കാഴ്ചയും കാണാം. ഇപ്പോൾ പോലീസ് നടപടിയിലേക്ക് കടന്നിട്ടില്ല. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ പോലീസിനെ വെല്ലുവിളിച്ച് പ്രതിഷേധ രംഗത്ത് നിൽക്കുന്നതും കാണാനാകും. അത്തരത്തിൽ ഇനിയും ഒരു പക്ഷേ നടപടിയിലേക്ക് കടന്നുകൂടായികയില്ല. രാവിലെ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ സംസാരിക്കുമ്പോൾ ഇന്നത്തെ പ്രതിഷേധം സമാധാനപരമായിരിക്കുമെന്നുള്ള ഒരു സൂചന അവർ നൽകിയിരുന്നു. പക്ഷേ ഈ പ്രതിഷേധം ആരംഭിച്ച് KPCC അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ തന്നെ പ്രവർത്തകർ പ്രകോപിതരാവുകയും ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പോലീസിന് നേരെ വ്യാപകമായ കല്ലേറ് വന്നതോടുകൂടിയാണ് KPCC അധ്യക്ഷൻ ഉൾപ്പെടെ വേദിയിൽ ഉണ്ടായിരിക്കവെയും പോലീസ് ഗ്രനേഡും ടിയർ ഗ്യാസും പ്രയോഗിക്കേണ്ട ഒരു നടപടിയിലേക്ക് പോലീസിന് കടക്കേണ്ടി വന്നത്. വലിയ പ്രതിഷേധം പോലീസ് മുന്നിൽ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കോൺഗ്രസും പോഷക സംഘടനകളും നടത്തിയ പ്രതിഷേധം വലിയ സംഘർഷത്തിലേക്ക് വഴിമാറിയിരുന്നു. ഇപ്പോൾ ഒരു സംഘർഷാന്തരീക്ഷം ഒരു അയവ് വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും അത് ഒഴിഞ്ഞു എന്ന് പറയാനാകില്ല. പ്രവർത്തകർ ഇപ്പോഴും പ്രകോപനപരമായ മുദ്രാവാക്യം വിളികളുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസിനെതിരെയാണ് പ്രധാനമായും മുദ്രാവാക്യം മുഴക്കുന്നത്. ഒരുപക്ഷെ ഇനിയും ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം ഉണ്ടായിക്കൂടായികയില്ല. മറ്റു നേതാക്കളൊക്കെ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ മുൻ MLA KS ശബരിനാഥൻ ഉൾപ്പെടെ നേതാക്കൾ
നേതാക്കളൊക്കെ യുവ നേതാക്കളൊക്കെ തന്നെ ഇവിടെ സംഘടിച്ച് എത്തിയിട്ടുണ്ട്. അവരൊക്കെ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നതിനുള്ള ഒരു ഇടപെടലും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. പൂർണ്ണമായും അത് പിന്തിരിഞ്ഞു പോകുമോ അതോ വീണ്ടും ഒരു സംഘർഷാന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഈ വ്യാപകമായിട്ടുള്ള കല്ലേറിൽ ഒരു പത്ര ഫോട്ടോഗ്രാഫറുടെ തല പൊട്ടി ചോരയൊലിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. നമ്മുടെ ക്യാമറാമാൻ ജിനു എസ് രാജിന്റെ ചെവിക്കും കല്ലേറുണ്ടായി. അങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ കല്ലേറുണ്ടാകുന്ന ഒരു സാഹചര്യം, പോലീസിന് നേരെ വ്യാപകമായി കല്ലേറുണ്ടാകുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസങ്ങളിലും KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ നടത്തിയ സംഘർഷം ഈ രീതിയിൽ, അല്ലെങ്കിൽ പ്രതിഷേധം ഈ രീതിയിൽ സംഘർഷത്തിലേക്ക് വഴിമാറിയിരുന്നു. പോലീസിന് നേരെ കയ്യിൽ കിട്ടിയതെല്ലാം ആയുധമാക്കി പ്രതിരോധിക്കുന്ന യൂത്ത് കോൺഗ്രസ് KUC പ്രവർത്തകരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ പ്രതിഷേധ രംഗത്ത് കണ്ടത്. കമ്പുകളും തടിക്കഷണങ്ങളും പോലീസിന് നേരെ വലിച്ചെറിയുന്നു. മുളക് പൊടി നിറച്ച മുട്ടയും ഗോലിയും പോലീസിന് നേരെ വലിച്ചെറിയുന്നു. സോഡാക്കുപ്പി പോലീസിന് നേരെ വലിച്ചെറിയുന്നു. ആ രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധം. ഇന്ന് ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് DGP ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ തന്നെ പോലീസ് ബാരിക്കേഡ് തീർത്ത് തടഞ്ഞിരുന്നു. ആ ബാരിക്കേഡിന് തൊട്ട് മുന്നിലായി നേതാക്കൾക്ക് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിന് താൽക്കാലിക വേദി സജ്ജീകരിച്ചിരുന്നു. നേതാക്കളെല്ലാം ആ വേദിയിലായിരുന്നു. അപ്പോഴും ചില പ്രവർത്തകർ ഈ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ചെങ്കിലും മറ്റു പല പ്രാദേശിക നേതാക്കൾ, ജില്ലാ നേതാക്കൾ ഇടപെട്ട് അവരെ പിന്തിരിപ്പിച്ചു. പിന്നാലെയാണ് KPCC അധ്യക്ഷൻ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടന്നത്. പോലീസ് നടത്തുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും യൂത്ത് കോൺഗ്രസ് KUC പ്രവർത്തകർക്കെതിരെയും പോലീസ് നടത്തുന്നത് നരനായാട്ടും അക്രമവുമാണെന്ന് KPCC അധ്യക്ഷൻ പറയുകയും ചെയ്തിരുന്നു. സാധാരണഗതിയിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്ന തങ്ങളുടെ കുട്ടികൾക്ക് നേരെ പോലീസ് വലിയ രീതിയിലുള്ള അക്രമം പോലീസും DYFI പ്രവർത്തകരും അഴിച്ചുവിടുന്നു എന്നും KPCC അധ്യക്ഷൻ ആരോപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ KPCC അധ്യക്ഷൻ ആ പ്രസംഗം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ചതും ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചതും പോലീസിന് നേരെ ചെരുപ്പുകളും കൊടികെട്ടിയ കമ്പുകളും വലിച്ചെറിഞ്ഞതും. ഇതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ആ ജലപീരങ്കി പ്രയോഗം ശക്തമായതോടെ പോലീസിനെതിരെ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായ കല്ലേറ് അത് വ്യാപകമായി 4 ഭാഗത്തു നിന്നും വ്യാപകമായ കല്ലേറാണ് പോലീസിന് നേരെ ഉണ്ടായത്. ഇതോടെയാണ് പോലീസ് ടിയർ ഗ്യാസും ഗ്രനേഡും പ്രയോഗിച്ചത്. ഒരു ലാത്തി ചാർജിലേക്കോ അല്ലെങ്കിൽ മുഖാമുഖം നിന്നുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കോ കയ്യാങ്കളിയിലേക്കോ പോലീസും പ്രവർത്തകരും മാറിയിട്ടില്ല. കാരണം ബാരിക്കേഡിന് അപ്പുറവും ഇപ്പുറവുമായിട്ടാണ് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതിനിടയും ബാരിക്കേഡ് ഭേദിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നേതാക്കൾ ഇടപെട്ടവരെ പിന്തിരിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. എന്നാൽ പോലും പ്രകോപനപരമായ മുദ്രാവാക്യം വിളികളുമായി കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ഏതായാലും ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ ഇനിയും ഒരു പ്രകോപനപരമായ ഒരു പ്രതിഷേധമോ സമീപനമോ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെതിരെ പോലീസ് വീണ്ടും നടപടിയിലേക്ക് കടക്കും. ആദ്യം 2-3 ദിവസം മുന്നേ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വലിയ സംയമനമാണ് പോലീസ് പാലിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്ര പ്രകോപനം സൃഷ്ടിച്ചും അതിനോട് ഒരു തരത്തിലുള്ള ഒരു പ്രതികരണവും നടപടിയും പോലീസ് സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ അന്ന് വലിയ രീതിയിൽ പോലീസിന് നാണക്കേടുണ്ടാക്കും വിധത്തിലുള്ള ഒരു പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങുന്നു, പോലീസിന്റെ ഷീൽഡ് തകർക്കുന്നു, പോലീസിന്റെ വാഹനങ്ങൾ തല്ലി തകർക്കുന്നു. ഒപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ ബലമായി മോചിപ്പിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ടും പോലീസ് പരമാവധി സംയമനം പാലിച്ചിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ. എന്നാൽ അതിന് പിന്നാലെ KSU പ്രവർത്തകർ നടത്തിയ DGP ഓഫീസ് മാർച്ച് അതിന് വിപരീതമായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തു വെച്ചതിന് കൂടി KSU പ്രവർത്തകർ വാങ്ങിക്കൂട്ടിയ കാഴ്ച DGP ഓഫീസിന് മുന്നിൽ ഇതേ സ്ഥലത്ത് 2 ദിവസം മുന്നേ നമ്മൾ കണ്ടതാണ്. പോലീസിന് നേരെ മുളക് പൊടി നിറച്ച മുട്ടയുൾപ്പെടെ എറിഞ്ഞുകൊണ്ടായിരുന്നു KSU പ്രവർത്തകരുടെ പ്രതിഷേധം. അതിന് നിമിഷാർദ്ധം കൊണ്ട് പോലീസ് നിയന്ത്രിക്കുകയും പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് KPCCയുടെ മുതിർന്ന നേതാക്കൾ, സംസ്ഥാന കോൺഗ്രസിലെ മുഴുവൻ മുതിർന്ന നേതാക്കൾ നേതൃത്വം നൽകി അണിനിരന്ന പ്രതിഷേധ മാർച്ച് പോലീസ് ആസ്ഥാനത്തേക്ക് വന്നത്. ആ പ്രതിഷേധ മാർച്ചും വലിയ സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. നേതാക്കളെ പൂർണ്ണമായും ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ടിയർ ഗ്യാസും ഗ്രനേഡും പ്രയോഗിച്ചതോടുകൂടി തന്നെ ആർക്കും ഈ പരിസരത്തെങ്ങും നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് പോലും ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്ന വിധത്തിലേക്കായിരുന്നു കാര്യങ്ങൾ. അതോടുകൂടി നേതാക്കളെ പൂർണ്ണമായും ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അതിന്റെ ഇഫക്റ്റ് വിട്ടുമാറിയതോടെ പോലീസും പ്രവർത്തകരും വീണ്ടും മടങ്ങി വരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ വീണ്ടും കല്ലേറ് നടത്തുന്നു. ഇപ്പോൾ സമാധാനപരമായി പിരിയുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കൾ ഇടപെട്ട് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച കൂടി ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. മുതിർന്ന നേതാക്കളൊക്കെ എത്തി കോൺഗ്രസ് പ്രവർത്തകരെ ശാന്തരാക്കി മടക്കിക്കൊണ്ടു പോവുകയാണ്, പിന്തിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാക്കുന്നത്. കുറച്ചു നേരത്തേക്കാണെങ്കിൽ പോലും വലിയ തരത്തിലുള്ള ഒരു സംഘർഷ അന്തരീക്ഷമായിരുന്നു DGP ഓഫീസ് പരിസരത്തുണ്ടായിരുന്നത്. അതിന് നേരിയ ശമനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്, പ്രതിഷേധം അവസാനിപ്പിച്ച് അവർ പിന്തിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഇപ്പോഴും അവർ പോവുകയാണ്. DGP ഓഫീസിന് മുന്നിലെ പ്രതിഷേധം, ആ ബാരിക്കേഡിന് മുന്നിൽ നിന്ന് അവർ ഇപ്പോൾ മടങ്ങിപ്പോകുന്ന കാഴ്ച ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു ലോറിയും അതിൽ ഫ്ലക്സ് ബോർഡൊക്കെ കെട്ടിയിരിക്കുന്നത് നമുക്ക് ലോറി കാണാം. ആ ലോറിയിലായിരുന്നു വേദി സജ്ജീകരിച്ചിരുന്നത്. മുതിർന്ന നേതാക്കൾക്ക് പ്രവർത്തകർ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി വേദി സജ്ജീകരിച്ചിരുന്നത് ആ ലോറിയിലായിരുന്നു.
പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വേദിയിലേക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ ആ നേതാക്കൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഉൾപ്പെടെ പോലീസ് വലിയ രീതിയിൽ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് വ്യാപകമായ കല്ലേറുകൾ. റോഡ് പണി നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, വാട്ടർ അതോറിറ്റിയുടെ പണികളുടെ ഭാഗമായി റോഡ് വെട്ടിപ്പൊളിച്ചിടുകയും അത് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെറ്റിലൊക്കെ ഇവിടെ ഇറക്കിയിടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുലഭമായി കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലീസിന് നേരെ കല്ലേറ് നടത്താൻ സുലഭമായി മെറ്റൽ കല്ലുകൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വ്യാപകമായി പോലീസിന് നേരെ വലിച്ചെറിയുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ മാനവീയം വീതിയുടെ DGP ഓഫീസിലേക്ക് പോകുന്ന റോഡിന്റെ ഭാഗത്ത് റോഡ് പണി പൂർത്തിയാക്കിയതിന്റെ ഭാഗമായുള്ള മെറ്റൽസ് ഒരുപാട് കിടക്കുന്നുണ്ട്. ആ പണി പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ടും ഈ മെറ്റൽ വ്യാപകമായി അത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യിൽ കരുതി വന്നതല്ല, ഇവിടെ നിന്ന് അവർക്ക് കിട്ടിയതാണ്. അത് വെച്ച് പോലീസിന് നേരെ വ്യാപകമായിട്ടുള്ള കല്ലേറാണ് നടത്തിയത്. എന്ന് മാത്രമല്ല, ഈ ഭാഗത്തുണ്ടായിരുന്ന ചില ഈ വഴിയോര കച്ചവടക്കാർ ഈ ഗ്ലാസും മറ്റും വിൽക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരുന്നു. അതെല്ലാം പോലീസിന് നേരെ പ്രവർത്തകർ വ്യാപകമായി വലിച്ചെറിയുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അതിനിടയിലാണ് സലിം കൂടി ചേരുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്നും. സലീം, ഈ മാർച്ച് ഏതാണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പ്രതിഷേധം ഈ രീതിയിൽ നേരത്തെ വലിയ യുദ്ധക്കളമായി മാറിയ സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ മാറി ഒരു സമാധാന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ അവിടെ തന്നെ ഉണ്ട്, അവർ പിരിഞ്ഞു പോയിട്ടില്ല പൂർണ്ണമായും. നേരത്തെ ആ കല്ലേറുണ്ടായ സ്ഥലത്ത് അതിന് തൊട്ടടുത്ത് സലീം ഉണ്ടായിരുന്നു. ഈ ആർക്കെങ്കിലും പരിക്ക് പറ്റിയതായി, അത് പോലീസിന്റെ ഭാഗത്താണെങ്കിലും പ്രവർത്തകരുടെ ഭാഗത്താണെങ്കിലും പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങളുണ്ടോ? ഒപ്പം തന്നെ നേരത്തെ കെ സുധാകരനെ ഉൾപ്പെടെ ദേഹാസ്വാസ്ഥ്യം വന്ന് അവിടെ നിന്ന് മാറ്റിയിരുന്നു കെ സുധാകരനെ. അതിൻ്റെയൊക്കെ പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? പ്രജിൻ, നിരവധി നേതാക്കൾക്കുൾപ്പെടെയുള്ളവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, നിരവധി പ്രവർത്തകർക്കും പോലീസുകാർക്കും മാധ്യമപ്രവർത്തകർക്കും ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അത് പോലീസിന്റെ ജലപീരങ്കി പ്രയോഗത്തിലും ഗ്രനേഡിലും മാത്രമല്ല, പ്രവർത്തകരുടെ കല്ലേറിൽ ഉൾപ്പെടെ ഇവർക്കൊക്കെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ നിലയിൽ ഇവിടെ നിന്നും പരിക്കേറ്റവരൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ എം ലിജു നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ പോലീസ് ഗ്രനേഡ് ചരിത്രത്തിൽ ഇത്രമാത്രം മോശപ്പെട്ട ഒരു പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ല. സംസ്ഥാന KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിരൂക്ഷമായിട്ടൊരു വാട്ടർ ജെറ്റും ആ വേദിയിലേക്കാണ് വാട്ടർ ജെറ്റ് പ്രയോഗിച്ചത്. അവിടേക്കാണ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത്. ടിയർ ഗ്യാസ് ഷെല്ലുകൾ, ഏറ്റവും രൂക്ഷമായ ടിയർ ഗ്യാസ് ഷെല്ലുകൾ. നിരവധി മാധ്യമ പ്രവർത്തകർ, സാധാരണ പാർട്ടി പ്രവർത്തകർ, അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ, KPCC പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശാരീരിക വൈഷമ്യം ഉണ്ടാക്കുന്ന ഏറ്റവും ഗുരുതരമായ രീതിയിലാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ ഭയപ്പെട്ട് പിന്മാറുമെന്ന് കരുതണ്ട. പിണറായി വിജയൻ സർക്കാരിന്റെ ഈ ഗുണ്ടാ ഭരണത്തിന് അവസാനം കുറിക്കാതെ കോൺഗ്രസ് പാർട്ടി പിന്നോട്ടില്ല. KPCC അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനും ഇപ്പോൾ KPCC ഓഫീസിലേക്കാണോ മാറ്റിയത്? ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുകയായിരുന്നു. കാരണം പ്രവർത്തകരെ ഉൾപ്പെടെയുള്ള സംരക്ഷിക്കാനുള്ളത് ഇവിടെ നിൽക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റും ഉൾപ്പെടെ രൂക്ഷമായ ശ്വാസതടസ്സമാണ് ഉണ്ടായത്. അവരെ KPCC ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. രമേശ് നേതാക്കന്മാർക്ക് എല്ലാവർക്കും തന്നെ, അവർക്ക് എല്ലാവരും, ശ്രീ ശശി തരൂർ MP, പിന്നെ ശ്രീ കെ സുധാകരൻ MP, എല്ലാവരെയും, ഒരു ഭീകരമായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ മുഴുവൻ പേരെയും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു DGP? സംസ്ഥാന DGPയും മുഖ്യമന്ത്രിയുടെ ഒരു പാവയായി പ്രവർത്തിക്കുകയാണ്. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല. ആ നിലയിലാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരിൽ ചിലരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയാണ് പറയുന്നത്. എന്തായാലും വലിയ നിലയിലൊരു അക്രമത്തിലേക്ക് വളരെ കുറച്ച് സമയമെങ്കിലും അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു. നേരത്തെ KSUവിന്റെ മാർച്ചിന് തൊട്ടു പിന്നാലെ തന്നെ എല്ലാം 23-ന് കാണാമെന്നായിരുന്നു കെ സുധാകരൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പോലീസ് അതിക്രമം തുടങ്ങിയതിന് ശേഷം കെ സുധാകരനെ ഇവിടെ കണ്ടില്ല. പക്ഷേ അതിന് പിന്നാലെ പ്രവർത്തകരൊക്കെ തിരികെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രവർത്തകർ തിരികെ വരികയും പോലീസുമായി വീണ്ടും പോർവിളി നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ നിലയിലേക്കൊരു പ്രവർത്തനം എന്ന നിലയിൽ തന്നെയുണ്ട്. ഇപ്പോൾ KPCCയുടെ ഡിജിറ്റൽ ഭാഗം ഡോക്ടർ സരിൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ ഈ പ്രവർത്തകർ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടിയർ ഗ്യാസ് ആണോ അതോ പോയ്സണസ് ഗ്യാസ് ആണോ എന്ന് രാസപരിശോധന പോലും നടത്തേണ്ടിരുന്ന ഒരു സാഹചര്യമാണ്. സമാധാനപരമായിട്ട് ധർണ നടത്തുന്ന അവസരത്തിൽ KPCC അധ്യക്ഷന്റെ സംസാരത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയിൽ തന്നെ യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് നടത്തിയ ഈ രാസപ്രയോഗം, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇത് കേവലം ടിയർ ഗ്യാസ് പ്രയോഗിച്ചു എന്നുള്ളതിനും അപ്പുറം, ആളുകളെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്നുള്ളതിനും അപ്പുറം ബോധപൂർവം തന്നെ ഈ ധർണ അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണ്. പരിപാടിയുടെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രവർത്തകർ പ്രകോപനം ഉണ്ടാക്കാതിരിക്കുന്ന സമയത്ത് തന്നെ കരുതിക്കൂട്ടിയുള്ള കാനിസ്റ്ററുകളാണ് ഉപയോഗിച്ചത്. സാധാരണ കാനിസ്റ്ററുകളല്ല എന്നുള്ളതും ഇതിൽ ഗുരുതരമായ വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നുള്ളതും ആരോഗ്യ പ്രശ്നത്തിൽ വഴിവെക്കുന്ന രീതിയിലേക്ക് ഇവിടേക്ക് ഇത് പ്രയോഗിക്കുന്നതിൽ പോലീസിന്റെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രഥമ ദൃഷ്ടിയാൽ മനസ്സിലാകുന്നത്. മാത്രമല്ല, ഈ സാധാരണഗതിയിൽ ജലപീരങ്കിയും കണ്ണീർവാതവും പ്രയോഗിക്കുമ്പോൾ ഒരു സിഗ്നൽ തരാറുണ്ട്. ആ സിഗ്നൽ ഇവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പരിപാടി നടക്കുന്നതിലായിരുന്നു പ്രവർത്തകരുടെ എല്ലാവരുടെയും ശ്രദ്ധയുണ്ടായിരുന്നത്. എല്ലാവരും അവർ സംസാരിക്കുന്നത് കേൾക്കുകയായിരുന്നു. കൂടി നിൽക്കുന്നവരെല്ലാം
പ്രത്യേകിച്ച് സ്ത്രീകളെല്ലാം മുൻനിരയിലുണ്ടായിരുന്ന സമയത്ത് ഏതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെ തന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നവകേരള സദസ്സിന് വേണ്ടി തിരുവനന്തപുരം നഗരത്തെ കാലിയാക്കുന്നതിന് പോലീസ് നടത്തിയ ഗൂഢാലോചന തന്നെയാണ് എന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ആ നിലയിൽ ഒരു ഗുരുതരമായ ആരോപണം കൂടി വരുന്നുണ്ട്. സാധാരണഗതിയിലുള്ള കണ്ണീർ വാതകമല്ല ഇവിടെ പ്രയോഗിച്ചത്, അതിനപ്പുറത്തേക്ക് എന്തോ രാസവസ്തു പ്രയോഗിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഈ സംഘർഷം നടക്കവേ നമ്മുടെ 24-ന്റെ ക്യാമറാമാൻ ജിനു എസ് രാജനും കല്ലേറിൽ പരിക്കുണ്ട് എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ അല്ലമീനിലേക്ക് ഒന്ന് പോകണം. അല്ലമീൻ, ജിനുവിന് സാരമായ പരുക്കാണോ? വിവരങ്ങൾ. ജിനു നമ്മുടെ ക്യാമറമാൻ, തിരുവനന്തപുരത്തെ ക്യാമറമാനാണ്. ഈ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് ജിനുവാണ്. ഈ കല്ലേർ ഉണ്ടായപ്പോൾ അവിടെ ആ ഭാഗത്ത്, അതായത് ബാരിക്കേഡിന് തൊട്ടടുത്തുണ്ടായിരുന്ന ജിനുവാണ്. ഇതിനിടയിൽ ഒരു കല്ലേർ വരികയാണ്. ജിനുവിന്റെ ചെവിയിലും ഷോൾഡറിലുമായിട്ടാണ് ആ കല്ല് വന്ന് പതിച്ചത്. ഷോൾഡറിൽ മുറിവുണ്ട്, ഒപ്പം ചെവിക്കകത്തും നേരിയ തോതിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ട്. ക്യാമറയിൽ തട്ടിയാണ് കല്ല് മാറിയതും. തലയ്ക്ക് കൊള്ളേണ്ടതായിരുന്നു. തൊട്ടടുത്ത് നിന്ന് മറ്റൊരു ഫോട്ടോഗ്രാഫറുടെ തല പൊട്ടി ചോര വാർന്നൊഴുകുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വ്യാപകമായിട്ടുള്ള കല്ലേറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കല്ല് സുലഭമായി കിടക്കുന്നുണ്ട്. റോഡ് പണിയുടെ ഭാഗമായി മറ്റു ഒരുപാട് കിടക്കുന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിഷ്പ്രയാസം ആ കല്ലുകൾ ലഭിക്കുമായിരുന്നു. എന്ന് മാത്രമല്ല, പോലീസ് ടിയർ ഗ്യാസും ഗ്രനേഡും അതുപോലെ തന്നെ ജലപീരങ്കിയും ഒക്കെ ശക്തമായി പ്രയോഗിച്ചപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും കല്ലേറ് വളരെ രൂക്ഷമായ രീതിയിലാണ് പോലീസിന് നേരെ എറിഞ്ഞത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വ്യാപകമായിട്ടാണ് ഈ ടിയർ ഗ്യാസും മറ്റും ഷെല്ലുകളും ഒക്കെ തന്നെ പോലീസ് ഉപയോഗിച്ചത്. അതിൽ വലിയ തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യം ഈ ഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടായത്. കോൺഗ്രസ് നേതാക്കൾക്കുൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് KC പ്രവർത്തകർക്കെതിരെ ഉപയോഗിച്ച ടിയർ സ്മോക്ക് ഗ്രനേഡാണ് ഈ കാണുന്നത്. നിരവധി ഗ്രനേഡുകൾ അത്തരത്തിൽ പ്രയോഗിച്ചു. പുതിയ ഗ്രനേഡുകളാണ്. അതാണ് KC പ്രവർത്തകർ പറഞ്ഞത്. അതിന്റെ ഇഫക്റ്റ് നമുക്കത് അനുഭവിച്ചറിയാനുമുണ്ടായിരുന്നു. സാധാരണ ഇത്തരം ഗ്രനേഡോ ടിയർ ഗ്യാസോ ഒക്കെ പ്രയോഗിക്കുമ്പോൾ നേരിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളാണ് ആൾക്കാർക്ക് ഉണ്ടാവുക. പെട്ടെന്ന് ആളുകൾ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി നേരിയ തോതിലുള്ള ബുദ്ധിമുട്ട് മാത്രമാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഇതെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി സെക്രട്ടേറിയറ്റ് പരിസരത്ത് സമരമൊന്നും ഉണ്ടായിരുന്നില്ല. പുതിയ സാധനങ്ങൾ പോലീസിന്റെ പക്കലുണ്ടായിരുന്നു. അത് തന്നെയായിരിക്കണം ഒരു പക്ഷേ ഇന്ന് ഉപയോഗിച്ചത്. കാരണം അത് പ്രയോഗിച്ച പോലീസുകാർക്ക്, ഏതാണ്ട് അവിടെ നിൽക്കുന്ന പോലീസുകാർ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഈ ടിയർ ഗ്യാസ് മറ്റും പ്രയോഗിക്കുന്നത്. പക്ഷേ ആ ഭാഗത്തേക്ക് പോലും പോലീസുകാർ നിൽക്കുന്ന ഈ പ്രതിഷേധക്കാർക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞ ടിയർ ഗ്യാസിന്റെ ഇഫക്റ്റ് കാരണം ഏതാണ്ട് 50-100 മീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന പോലീസുകാർക്ക് പോലും ആ പരിസരത്ത് നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർ, നമുക്ക് പോലും ഇവിടെ ശ്വാസം കിട്ടാതെ പിടയുന്നൊരു സാഹചര്യം. നേതാക്കന്മാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുതര പ്രശ്നമല്ല, പക്ഷേ എന്നാൽ പോലും നമുക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റാതെ, കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ടിയർ ഗ്യാസും ഗ്രനേഡും ഒക്കെ പൊട്ടിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തകർക്ക് പൂർണ്ണമായും പിന്തിരിഞ്ഞ് ഓടുകയും ചെയ്തത്. അതോടുകൂടിയാണ് ടിയർ ഗ്യാസും ഗ്രനേഡും പ്രയോഗിച്ചതോടുകൂടിയാണ് പ്രവർത്തകരെ അല്പമെങ്കിലും നിയന്ത്രിക്കാൻ പോലീസിനായതും ആ കല്ലേറ് അല്പമെങ്കിലും ശാന്തമായതും. പക്ഷേ ഈ ടിയർ ഗ്യാസിന്റെയും ഗ്രനേഡിന്റെയും ഇഫക്റ്റ് വിട്ടുമാറിയതോടെ വീണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മടങ്ങി വരികയും പോലീസുമായി നേരിയ തോതിൽ സംഘർഷത്തിലേക്ക് പോയിരുന്നു. പിന്നീട് ആദ്യഘട്ടത്തിലേക്ക് എന്ന പോലെ ഒരു അന്തരീക്ഷം വഴിമാറിയതുമില്ല. ഏതായിരുന്നാലും വലിയ തരത്തിലുള്ള സംഘർഷം അത് ചുരുങ്ങിയ നേരത്തേക്കാണെങ്കിൽ പോലും തലസ്ഥാനത്തുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. നവകേരള സദസ്സ് സമാപിക്കുന്ന ഇന്ന് അത് പോലീസിനെതിരെ മുദ്രാവാക്യമുയർത്തി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ആഹ്വാനം ചെയ്ത പ്രതിഷേധ മാർച്ച്, DGP ഓഫീസ് മാർച്ചാണ് വലിയ തരത്തിൽ സംഘർഷത്തിലേക്ക് വഴിമാറിയത്. ബാരിക്കേഡ് അവിടെയാണ് പോലീസ് സ്ഥാപിച്ചിരുന്നത്. നേതാക്കളൊന്നും തന്നെ ആ പരിസരത്തേക്ക് പോയിരുന്നില്ല. അതിന് തൊട്ടുപുറത്തേക്ക് ഏതാണ്ട് 50 മീറ്റർ പോലും ഉണ്ടാകില്ല. ആ വ്യത്യാസത്തിൽ ഒരു താൽക്കാലിക വേദി സജ്ജീകരിച്ചാണ് നേതാക്കൾ അവിടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഇപ്പോഴും പൂർണ്ണമായും കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. ഈ ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസും അൽ അമീനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. KPCC DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അതിൽ കല്ലേറിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. അതിലൊപ്പം 24-ന്റെ ക്യാമറാമാൻ ഉൾപ്പെടെയുള്ളവർക്ക്, മാധ്യമപ്രവർത്തകർക്കടക്കം പരിക്കേറ്റു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.